കണ്ണൂരിൽ യൂത്ത് ലീഗ് കടുത്ത അതൃപ്തിയിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ജില്ലയെ പൂർണ്ണമായും തഴഞ്ഞു. അതൃപ്തി അറിയിച്ച ജില്ലാ ഭാരവാഹി യോഗം പ്രമേയം പാസാക്കി. ലീഗ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളെ അതൃപ്തി അറിയിച്ചു. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ കണ്ണൂർ ജില്ലയെ പൂർണ്ണമായും തഴഞ്ഞു എന്നതിൽ യൂത്ത് ലീഗ് കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഇന്നലെയാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി യോഗം വാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിൽ ചേർന്നത്, അതായത് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നത്. ഇതിലാണ് നേതൃത്വത്തിനും മന്ത്രിമാർക്കും എതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ കണ്ണൂർ ജില്ലയെ പൂർണ്ണമായും തഴഞ്ഞു എന്ന വിമർശനമാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രമേയത്തിലാണ് അതിനിശിതമായ വിമർശനം യൂത്ത് ലീഗ് ഉയർത്തിയത്. ഒരു തരത്തിലുള്ള പരിഗണനയും കണ്ണൂരിലെ യൂത്ത് ലീഗിന് നൽകിയില്ല എന്നുള്ളതാണ് ആ പ്രമേയത്തിൽ പറയുന്നത്. ഇത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെയും ലീഗിന്റെ ജില്ലാ നേതൃത്വത്തെയും മന്ത്രിമാരെയും ഒക്കെ തന്നെ അറിയിക്കാനാണ് കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പരിഗണനയും കിട്ടാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉയർത്തുന്നത്. നേരത്തെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും ഇത്തരത്തിലുള്ള പ്രമേയമൊക്കെ അവതരിപ്പിച്ചിരുന്നു. ഇത് ലീഗിൽ വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തിരുന്നു. നിലവിൽ 2 പേരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നിട്ടുള്ളത്. അതിലൊന്ന് അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലിയാണ്, ലീഗിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അത് ലീഗിന്റെ പരിഗണനയിൽ വന്ന ഒരു നിയമനമാണ്. മറ്റൊന്ന് ചന്ദ്രികയുടെ റിപ്പോർട്ടറായ C ദാവൂദിനെയാണ്. അരിയൽ ഷുക്കൂറിന്റെ സഹോദരനാണ് ദാവൂദ്. ആ പരിഗണനയിൽ കൂടിയാണ് ദാവൂദിനും നിയമനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ 2 പേരെ മാത്രമാണ് നിലവിൽ കണ്ണൂരിൽ നിന്നും ഈ ലിസ്റ്റിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് പോകുന്നത്. ഈ 2 പേരുടെ നിയമനത്തിൽ യൂത്ത് ലീഗിന് ഒരു അതൃപ്തിയുമില്ല. ആ കാര്യങ്ങളും നേതാക്കൾ പറയുന്നത് 2 പേരും അർഹതപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഇത് മാത്രം പോരാ കണ്ണൂർ ജില്ലയുടെ പരിഗണന എന്നാണ് യൂത്ത് ലീഗിന്റെ ഒരു പ്രമേയമായി പറയുന്നത്. മറ്റ് വടക്കൻ ജില്ലകളിലെ പരിഗണന പോലും കണ്ണൂർ ജില്ലയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനത്തിന് കാരണം. മറ്റ് വടക്കൻ ജില്ലകൾക്ക് പരിഗണന കിട്ടി, പക്ഷേ കണ്ണൂരിനെ പൂർണ്ണമായും തഴഞ്ഞു. 5 മന്ത്രിമാരാണ് ലീഗിനുള്ളത്. അതിൽ 30 സ്റ്റാഫുകളെയാണ് ഒരു മന്ത്രിക്ക് നിയമിക്കാൻ കഴിയുക. ഡെപ്യൂട്ടേഷൻ അടക്കം 30 പേരെയാണ് ഒരു മന്ത്രിക്ക് നിയമിക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ 150ഓളം പേരെ നിയമിക്കാൻ കഴിയും. അതിലാണ് 9 പേരുടെ ലിസ്റ്റ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകിയത്. നേരത്തെ ലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു നേതൃത്വം. അതനുസരിച്ചാണ് 9 പേരുടെ ലിസ്റ്റ് യൂത്ത് ലീഗ് ജില്ലാ നേതൃത്വം തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ 9 പേരെയും ഇതുവരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ അതൃപ്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കണ്ണൂരിൽ പാർട്ടിക്ക് MLA-മാരില്ലാത്തതാകാം ഇത്തരത്തിലുള്ള ഒരു അവഗണനയ്ക്ക് കാരണം എന്നുള്ള രീതിയിലും ചർച്ചകൾ നടന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദി യൂത്ത് ലീഗ് അല്ല. യൂത്ത് ലീഗ് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിരവധി സമരങ്ങൾ നടന്ന ജില്ല കൂടിയാണ് കണ്ണൂർ. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ദിവസങ്ങളോളം ജയിലിൽ കിടന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച ജില്ലയാണ് കണ്ണൂർ. LDF കാലത്ത് മുഖ്യമന്ത്രിയുടെ ജില്ല എന്ന നിലയിൽ കൂടി ശക്തമായ സമരപരിപാടികൾ കണ്ണൂരിൽ നടന്നു. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്കായി അഹോരാത്രം പ്രവർത്തിച്ചത് യൂത്ത് ലീഗാണ്. മുഴുവൻ സമയം സംഘടനാ പ്രവർത്തനം നടത്തിയ പ്രവർത്തകരെ കാണാതെ പോകരുത്. മന്ത്രിമാർ സ്വന്തം നിലയിൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതിലും ഈ വിമർശനം ഉയർന്നു. പാർട്ടി നേരത്തെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പാർട്ടി ലിസ്റ്റും പരിഗണിക്കണമെന്ന നിർദ്ദേശവും നൽകി. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിയമനം, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടക്കുന്നു എന്നുള്ള പരാതിയാണ് യൂത്ത് ലീഗ് അതിശക്തമായി തന്നെ ഉയർത്തുന്നത്. ഇത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഈ കാര്യത്തിൽ അടിയന്തരമായി തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം, യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഒക്കെ തന്നെ ഇടപെടണം. പാണക്കാട് തങ്ങളെയും കാണാൻ യൂത്ത് ലീഗ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ട് പരാതി അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കണ്ണൂരിലെ യൂത്ത് ലീഗ് ഉള്ളത്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ പരിഗണന ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് സംഘടനയിൽ ഉണ്ടാകും. അത്
പ്രവർത്തനത്തെ തന്നെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഭാരവാഹി യോഗത്തിൽ ചർച്ചയായി വന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലും നേരത്തെ ഇത് ചർച്ചയായിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണം എന്നാണ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഭാരവാഹി യോഗത്തിലും അതേ രീതിയിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായി. നേരത്തെ പല മാനദണ്ഡങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഈ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടി നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് നിയമനങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വിമർശനം കൂടി യൂത്ത് ലീഗ് ഉയർത്തുകയാണ്. യൂത്ത് ലീഗിന്റെ ഈ വിമർശനം കാണാതെ പോയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ലീഗ് നേതൃത്വത്തിനും മന്ത്രിമാർക്കും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. കൃഷ്ണേന്ദു. ശരി മനോജ്.